നോക്കിയിരുന്നു നല്ല സാധനം നിനക്ക് അനുഭവിക്കാനുള്ള യോഗമല്ല. ഇത് ഞാനുണ്ടല്ലോ കപ്പയും ബീഫായിട്ട് ഉണ്ടാക്കിയാണ്. കപ്പ ബിരിയാണി തന്നെ ചിലർ പറയും. ഞങ്ങളുടെ നാട്ടില് എല്ലും കപ്പയെന്ന് പറയും. പക്ഷെ ഇതിൽ എല്ലില്ല, ബീഫ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ദേശീയ ആഹാരം മനസ്സിലാവും. പൊറോട്ട ബീഫ് കുറച്ചേരം മാറ്റി വെക്കാം, എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് കപ്പയും ബീഫ് എടുത്ത് മേടിക്കാം, എന്നിട്ട് നമുക്കിത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഇതിൽ സ്റ്റാർച്ചാണ് മുഴുവൻ, സ്റ്റാർച്ച്. പക്ഷെ നമ്മള് അടിപൊളിയായിട്ട് നമുക്ക് കേരളക്കാർക്ക് കപ്പയിലുണ്ട് എന്താല്ലേ. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴേ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരോട് മറ്റേ കപ്പ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലേ എപ്പോഴും വാങ്ങിച്ചോണ്ട് കൈപ്പങ്കപ്പ അല്ലെങ്കിൽ കല്ലങ്കപ്പയോടെ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ നോക്കി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രോസൺ ആണ് ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നത്. എങ്ങനെയാ വാങ്ങിക്കുക ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇപ്പോഴും ലോട്ടറി അടിക്കുന്നില്ല കേട്ടോ നല്ല കപ്പ കിട്ടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പച്ചമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. സവാള നല്ലതായിട്ട് മൂക്കാൻ നിൽക്കാൻ കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആയി ഒട്ടുന്ന തന്നെ നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ആ മസാല നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബീഫും മസാലയും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ശകലം പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എനിക്കിവിടെ ഒരു 6 വിസിലിന് വെന്ത് കിട്ടിയേ. ഇത് വേറെ രാജ്യത്തു നിന്ന് വരുന്നില്ല കേട്ടോ, ഇവിടെ തന്നെ ലോക്കലി അവൈലബിൾ ആണ്. നമുക്ക് നോക്കി വാങ്ങിക്കാൻ അറിയില്ല. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നല്ല കപ്പയായിരിക്കും കിട്ടുന്നത്, അതുകൊണ്ട് ഇത് വാങ്ങിയത്. നിങ്ങൾ ഒരു കടയിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉച്ചയ്ക്ക് പോയി 2 ഹോട്ട് വീൽസ് വാങ്ങിച്ചു. ഇപ്പോഴും എന്തിനാ പോയി വാങ്ങിക്കുന്നത്? ഇവിടെ സ്ഥിരം ഉള്ളതാ. അവിടെ ഞങ്ങളുടെ വഴക്ക് നടക്കട്ടെ. നമുക്ക് കപ്പയുടെ കാര്യം മറന്നു പോകാൻ പാടില്ലല്ലോ. കപ്പ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കുക്കറിലാക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതിയേ. ഒറ്റ വിസിലിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും കപ്പ. ഇതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്ന നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ പാനിൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴാണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ബീഫും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അത് നല്ലതായിട്ട് മിക്സ് ജാറിലിട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു സ്റ്റീം വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മറ്റേ വിസിൽ വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ തീയ. അയ്യോ, ഞാൻ ഇതിന്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ മറന്നു പോയതാ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് പ്ലേറ്റിലോട്ട് എടുക്കാം കേട്ടോ. കുറച്ചല്ല, കുറച്ച് അധികം തന്നെ പ്ലേറ്റിലോട്ട് എടുക്കുന്നുണ്ട്. ചൂട് കട്ടൻ ചായ, ബീഫ് കപ്പ അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്യണല്ലോ. അപ്പൊ ബൈ.